അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയം ചൂരൽമല എന്നീ രണ്ട് പ്രദേശങ്ങളെ മുഴുവനും തുടച്ചു നീക്കിക്കൊണ്ട് ഇല്ലാതെയാക്കിയ ഒരു വൻ ദുരന്തത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടു. നമ്മളൊക്കെ നെട്ടിത്തരിച്ചു നിന്ന ഒരു മഹാസംഭവം ഇവിടെ നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അറിയാത്തവരാരും നമ്മുടെ നാട്ടിലുണ്ടാകില്ല. ആ സ്ഥലത്ത് ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ്. പല ആളുകളെക്കുറിച്ച് മരിച്ചോ ഇല്ല എന്താ എന്നുള്ള വിവരം ലഭിക്കാതെ, അവരുടെ ഒന്നും ജനാസ കിട്ടാത്ത ഒരവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. ചില ആളുകളുടെ കൈകൾ ലഭിച്ചു, കാലുകൾ ലഭിച്ചു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ, തലകൾ, ഇതൊന്നും ആരുടേതാണ് എന്നൊന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ ധാരാളം ജനാസകൾ സംസ്കരിക്കാൻ കഴിയാത്ത രൂപത്തിൽ, തിരിച്ചറിഞ്ഞ് സംസ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഭൂമിക്കടിയിൽ കിടക്കുക. ഈ സാഹചര്യത്തിൽ മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ മേലിൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ജനാസകളുടെ പേരിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. മഹാന്മാരെ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ തുഹ്ഫയിലൂടെ പറയുകയാണ്, വലാ യജിബു തഈനുൽ മയ്യിത്തി, മയ്യത്തിനെ തഈനാക്കൽ നിർബന്ധമില്ല, നിർണയിക്കുക. ഇന്ന മയ്യത്ത്, ഇന്ന ആളുടെ മയ്യത്തിൻ്റെ ഇന്ന ആളുടെ മയ്യത്താണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് നിർണയിച്ച് പറയൽ നിർബന്ധമില്ല. വലാ മഅരിഫത്തുഹു, ആ മയ്യത്തിനെ അറിയലും നിർബന്ധമില്ല. ബൽ യക്ഫി അദ്നാ മുമയ്യസിൻ, ഒരു ചെറിയ ഒരു തിരിച്ചറിവുണ്ടായാൽ മതി, ഒരു അദ്നാ മുമയ്യസ് ഉണ്ടാകണം. അലാ ഹാദ, നമ്മുടെ മുമ്പിൽ ജനാസ കൊണ്ടു വച്ചിട്ട് ഈ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് പോലെ. ഔമൻ സ്വല്ലാ അലൈഹിൽ ഇമാം, വെള്ളിയാഴ്ച പള്ളികളിലെ ഇമാമുമാർ പലരും പേരുകളൊന്നും വായിക്കാറില്ല. അവിടെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുക, ഔ സ്വല്ലാ അലൈഹിൽ ഇമാം, ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. ഇങ്ങനെ തഈനാക്കൽ നിർബന്ധമില്ല. അവൻ്റെ ഊരും പേരും ഒന്നും നമ്മൾ അറിയണം എന്നില്ല. ഇന്ന മയ്യത്ത്, ഈ മയ്യത്തിൻ്റെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു പോലെയുള്ള ഒരു അദ്നാ മുമയ്യിസ് ഉണ്ടായാൽ മതി. പിന്നെ കൊണ്ട് പറയുന്നുണ്ട്, ലൗ സ്വല്ലാ അലാ മൻ മാതൽ യൗമ ഫി അഖ്താരിൽ അർള്, ഒരാൾ നിസ്കരിച്ചാൽ അലാ മൻ മാതൽ യൗമ ഫി അഖ്താരിൽ അർള്, ഭൂമിയുടെ പല മേഖലകളിലും മരിച്ച ആളുകളുണ്ടാകും, പല രാജ്യങ്ങളിലും മരിച്ച ആളുകളുണ്ടാകും. അപ്പോൾ അവരുടെ മേലിലൊക്കെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ട്, എങ്ങനത്തെ ആളുകൾ, മിമ്മൻ തസിഹു സ്വലാത്തു അലൈഹി, അവരുടെ മേലിൽ നിസ്കാരം സ്വഹിയാകും എന്ന് പറഞ്ഞാൽ, മയ്യത്ത് നിസ്കാരം സ്വഹിയാകണമെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ച് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മയ്യത്ത് നിസ്കാരം സ്വഹിയാകുക. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള ജനാസകളുടെ മേലിലൊക്കെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ട് ഒരുത്തൻ നിസ്കരിച്ചാൽ ജാസ, ആ നിസ്കാരം ജായിസായിരിക്കും. അപ്പോൾ അത്തരം ജനാസയുടെ മേലിൽ, നമ്മുടെ നാടുകളിലൊക്കെ മരിച്ച ജനാസകളുടെ മേലിൽ നമുക്ക് നിസ്കരിക്കൽ ജായിസാണ്, നല്ല സുന്നത്താണ്. മഹല്ലിയിലും ഇതുപോലെ മഹാനായ ഖൽയൂബിയിൽ പറയുന്നുണ്ട്, നിസ്കരിക്കൽ ഓരോ ദിവസം രാത്രി അന്ന് മരിച്ച എല്ലാവർക്കും വേണ്ടി നിസ്കരിക്കൽ ജായിസാണ് എന്നുള്ള ഒരു വിഷയം അവിടെയും പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ മരിച്ച, നന്നായിട്ട് ദുരന്തങ്ങളിലും മറ്റൊക്കെ മരിച്ച ആളുകളുടെ മേലിൽ ഒന്നടങ്കം നമുക്ക് മയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. അപ്പം നമ്മൾ നിയ്യത്ത് വെക്കണം, അവിടെ മരിച്ച ജനാസ നിസ്കാരം സ്വഹിയാകുന്ന മിമ്മൻ തസിഹു അലൈഹിമുസ്സലാ,
അവരുടെ മേലിൽ നിസ്കാരം സ്വഹിയാകും. അങ്ങനത്തെ ആളുകളുടെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെച്ചിട്ട് ജനാസ നിസ്കാരം നിസ്കരിക്കൽ സ്വഹീഹാണ് എന്നല്ല, സുന്നത്താണ് എന്നാണ് നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല ഇബാദത്തുകളും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.